പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തി തമിഴ്നാട് സംഘം. മുല്ലപ്പെരിയാർ കനാലിന്റെയും വനമേഖലയുടെയും ദൃശ്യം പകർത്തി. കേരള വനംവകുപ്പിന്റെയോ പോലീസിന്റെയോ അനുമതി വാങ്ങിയില്ല. ദൃശ്യങ്ങൾ പെരിയകുളം MLA ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആൽവിൻ തോമസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആൽവിൻ, ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് തമിഴ്നാട് നിയമസഭയിൽ അടക്കം ഈ അടി ഉയർത്തും എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നു. അത് വിവാദമായി. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം. അതൊരു ഏകപക്ഷീയമായ ഒരു ശ്രമമാണ് നടത്തുന്നത്, ഒരു പ്രകോപനപരമായ നീക്കം. തീർച്ചയായും രുചീഷ്, ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ അവർ കനാൽ വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ദിവസമാണ് ഇത്തരത്തിൽ ഡ്രോൺ പറത്തിക്കൊണ്ടുള്ള ഒരു പ്രകോപനം അവരുടെ ഭാഗത്തു നിന്ന്, തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. കാര്യം തമിഴ്നാട് സർക്കാർ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന വനംവകുപ്പിന്, കേരളത്തിലെ വനംവകുപ്പിൻ്റെയോ പോലീസിൻ്റെയോ അനുമതി തേടാതെയാണ് ഡ്രോൺ പറത്തിയിട്ടുള്ളത്. അത് ഡ്രോൺ പറത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ പ്രദേശങ്ങളിലാണ് ഡ്രോൺ പറത്തിയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെരിയാർ കടുവ സങ്കേതം, അതോടൊപ്പം തന്നെ വെള്ളം കൊണ്ടുപോകുന്ന കനാലിൻ്റെ പ്രദേശങ്ങൾ, ഡാമിൻ്റെ ഭാഗം കൂടിയാണ് ഇവിടം. ആ പ്രദേശത്തോടുകൂടിയാണ് ഡ്രോൺ പറത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ പിന്നീട് പെരിയകുളം MLA ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഈ പെരിയകുളം MLAയും കമ്പം MLAയും, രണ്ട് MLAമാരാണ് ഈ ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെ ചില പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിൽ ഡ്രോൺ പറത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഡ്രോൺ പറന്നത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം കൊണ്ടുപോകുന്ന ഈ കനാൽ വഴിയിലുമാണ് ഈ ഡ്രോൺ പറത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ പ്രദേശങ്ങൾ ഡ്രോൺ ഉൾപ്പെടെ ഫോട്ടോഗ്രാഫി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ നിയന്ത്രണമുള്ള പ്രദേശമാണ്. സുരക്ഷ സംബന്ധിച്ച് വലിയ നിയന്ത്രണമുള്ളതാണ്. ഒന്നുകിൽ അത് വനംവകുപ്പിൻ്റെ അനുമതി ഉണ്ടാകണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ അനുമതി ഉണ്ടാകണം. അത്തരത്തിലൊരു അനുമതിയും വാങ്ങാതെയാണ് ഇപ്പോൾ ഈ ഡ്രോൺ പറത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കുമളി പോലീസും സംസ്ഥാന വനം വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രുചിഷ്. ശരി ആൽവിൻ, എന്തായാലും ഒരു നീക്കം തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് കേരളത്തിന്റെ ഉദ്യോഗസ്ഥരെ ആരെയും അറിയിക്കാതെയാണ് ഇത്തരത്തിലൊരു ഡ്രോൺ പറത്തുന്ന കാര്യം ഉണ്ടായത്.